നമസ്കാരം, ഞാൻ സുചിത്ര. ഇന്നീ വായനാ കൂട്ടായ്മയിൽ നമ്മൾ വായിക്കുന്നത് ശ്രീ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ അപ്പുവിൻ്റെ ലോകം എന്ന നോവലിലെ അദ്ധ്യായം 4 ഭാഗം 1. കിഴക്കേ മുറ്റത്തോട് ചേർന്നാണ് അമ്മിണി നിൽക്കുന്ന തൊഴുത്ത്. അവൾ മഹാമടിച്ചിയാണ്. നിൽക്കാൻ ഇഷ്ടമില്ല. കിടന്നുകൊണ്ടാണ് പുല്ലട്ടിയിലിട്ട് കൊടുക്കുന്ന വൈക്കോല് നാവുകൊണ്ട് വകഞ്ഞെടുത്ത് വായിലേക്ക് കൊണ്ടുപോകുന്നത്. വരമ്പത്ത് പുല്ലുള്ള കാലമാണെങ്കിൽ ദിവസവും ഒരോലവട്ടി നിറയെ പുല്ലരിഞ്ഞു കൊണ്ടുവരും ചേന്നൻ. തെങ്ങിൻ്റെ പട്ട വെട്ടി ചേന്നൻ തന്നെയാണ് ഓലവട്ടി മെടയുന്നത്. പുല്ലുവട്ടി തലയിൽ വെച്ച് ചേന്നൻ പടി കടന്നു വരുന്നത് തൊഴുത്തിൽ കിടക്കുന്ന അമ്മണിക്ക് കാണാം. ചേന്നൻ്റെ തലവട്ടം കണ്ടാൽ മതി അമ്മണി ചാടി എണീക്കും. ചേന്നൻ വട്ടിയിൽ നിന്ന് കുറച്ച് പുല്ലെടുത്ത് അമ്മണിയുടെ മുന്നിൽ പുല്ലട്ടിയിലിട്ട് കൊടുക്കും. പാൽപ്പായസം കിട്ടിയ സന്തോഷമാണ് അമ്മണിയുടെ കണ്ണിൽ ആ സമയത്ത്. പുല്ലട്ടി എന്ന് പറഞ്ഞാൽ പുൽത്തൊട്ടി. ചേന്നൻ അമ്മണി കാണാത്തിടത്ത് തൊഴുത്തിൻ്റെ വടക്കേ ചായ്പിൽ പുല്ലുവട്ടി കൊണ്ടുപോയി വയ്ക്കും. പച്ചപ്പുല്ല് കണ്ടാൽ പിന്നെ അമ്മണിക്ക് വൈക്കോല് വേണ്ട. അമ്മണിയുടെ സൂത്രമൊന്നും അമ്മയുടെ അടുത്ത് ചിലവാവില്ല. പുല്ലട്ടിയിലിട്ട വൈക്കോല് ഒരിഴ പോലും ബാക്കി വയ്ക്കാതെ തിന്നു കഴിഞ്ഞാൽ മാത്രം അമ്മ ചേന്നൻ അരിഞ്ഞുകൊണ്ടുവന്ന് വയ്ക്കുന്ന പുല്ല് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നു. അതിരാവിലെ പാലു കറക്കാൻ അമ്മ തൊഴുത്തിലേക്ക് ചെല്ലും. അപ്പോഴും അമ്മ പുല്ലിട്ട് കൊടുക്കും. അമ്മണിയെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ അകിട് തൊട്ടാൽ അവൾക്ക് ദേഷ്യം വരും. അവൾ പിൻകാലെറിയും, പാത്രം തട്ടിത്തെറിപ്പിക്കും. അങ്ങനെ ചെയ്താൽ അമ്മണിക്ക് അടിയുറപ്പാണ്. തൊഴുത്തിൻ്റെ ഇറയത്ത് പനമ്പട്ടയുടെ തണ്ട് തീയിൽ വാട്ടി ചെത്തി ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വീക്ക് കിട്ടും അമ്മണിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന്. അമ്മണിയെ പനന്തൊണ്ടുകൊണ്ട് വീക്കിയാൽ അമ്മയുടെ ദേഷ്യം തീരുമെന്നല്ലാതെ അമ്മണിയുടെ അകിട്ടിൽ നിന്ന് പാല് കിട്ടില്ലല്ലോ. അമ്മണി നല്ല സ്വഭാവം കാണിക്കാനാണ് പുല്ലിട്ട് കൊടുക്കുന്നത്. കറവ കഴിഞ്ഞ് അമ്മ മണിക്കുട്ടനെ തുറന്നു വിടും. തൊഴുത്തിനുള്ളിൽ മുളയകലുകൊണ്ടുണ്ടാക്കിയ കുടിഞ്ഞിയിലാണ് മണിക്കുട്ടനെ മുളയ്ക്കുന്നത്. കിടാവുകൾക്ക് കിടക്കാനുള്ള ചെറിയ കൂടാണ് കുടിഞ്ഞി. പാല് കുടിച്ച് വയറ് നിറയ്ക്കാം എന്ന് മോഹിച്ചാണ് കുടിഞ്ഞിയിൽ നിന്ന് പുറത്തു ചാടി അവൻ അമ്മിണിയുടെ അകിട്ടിൽ കുഞ്ഞുമോന്ത മുട്ടിക്കുന്നത്. 4 മുലയും മാറി മാറി വലിച്ചീമ്പിയാലും കാര്യമായൊന്നും മണിക്കുട്ടന് കിട്ടാനുണ്ടാവില്ല. കുറേ നേരം കടിച്ചു വലിക്കുമ്പോൾ അവന് മടുക്കുന്നുണ്ടാവണം. അവൻ അമ്മയെ വിട്ട് തൊഴുത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നു. പുല്ലിൻ്റെ ഇളനാമ്പ് കടിച്ച് മണിക്കുട്ടൻ അങ്ങനെ തൊടിയിൽ നടക്കുന്നുണ്ടാവും. ഉച്ച കഴിഞ്ഞ് പിന്നെയും അവനെ കുടിഞ്ഞിയിൽ മുളയ്ക്കുന്നു. സന്ധ്യയ്ക്കും കറക്കാനുള്ളതാണല്ലോ. പടിഞ്ഞാറേ മുറ്റത്തെ തിണ്ടിനപ്പുറത്താണ് വൈക്കോൽ കുണ്ട. കൊല്ലം മുഴുവൻ അമ്മണിക്ക് തിന്നാനുള്ള വൈക്കോല്. ചിങ്ങക്കൊയ്ത്തിന് പകുതി വൈക്കോലും കണ്ടത്തിലെ ചേറിൽ പുതഞ്ഞു പോകുമെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. കൊയ്ത്തിൻ്റെ സമയത്ത് മഴയുണ്ടെങ്കിൽ പറയാനുമില്ല. മകരക്കൊയ്ത്തു കഴിഞ്ഞാലാണ് കുണ്ട കെട്ടാനുള്ള നല്ല വൈക്കോല് കിട്ടുക. മെതിച്ചു കഴിഞ്ഞ് കുന്നുകൂട്ടിയിടുന്ന നെൽക്കറ്റകൾ നല്ല വെയിലുള്ള നേരത്ത് കെട്ടഴിച്ച് മുറ്റത്ത് ചിക്കിപ്പരത്തുന്നു. കാഞ്ഞിരത്തിൻ്റെ വളഞ്ഞ വലിയ വടി കൊണ്ട് തല്ലിത്തല്ലി വൈക്കോല് പദം വരുത്തണം. ചേന്നനും ചേന്തൻ്റെ ചെറുമി മുണ്ടിയും കൂടിയാണ് വൈക്കോല് തല്ലുക. 2 കൈകൊണ്ടും വടിയുടെ തലപ്പ് കൂട്ടിപ്പിടിച്ച് വടി പിന്നിലേക്ക് കൊണ്ടുപോയി മുമ്പോട്ടാഞ്ഞ് അങ്ങനെയാണ് വൈക്കോല് തല്ലുന്നത്. കാണാൻ നല്ല രസം. വൈക്കോലിൻ്റെ പൊടി പറക്കുന്നുണ്ടാവും മുറ്റത്ത്. ദേഹത്ത് വീണാൽ ചൊറിച്ചിലോട് ചൊറിച്ചിലാണ്. 2 പേർക്കും ഒരു കൂസലുമില്ല. വൈക്കോപ്പൊടി മേല് വീഴാതെ അപ്പു കോലായിൽ ദൂരത്ത് മാറിയിരിക്കും. മെതിച്ചിട്ടും കറ്റയിൽ നിന്ന് ഉതിർന്നു പോകാത്ത നെൽമണികൾ വൈക്കോല് തല്ലുമ്പോഴാണ് കൊഴിഞ്ഞു കിട്ടുന്നത്. 1 പറയും 2 പറയും നെല്ലുണ്ടാവും ചിലപ്പോൾ. അത് ചേന്തനും മുണ്ടിക്കുമുള്ളതാണ്. പദം വന്ന വൈക്കോല് പടിഞ്ഞാറേ തിണ്ടിനരിയിൽ കുണ്ട കൂട്ടുന്നത് ചേന്നനാണ്. മുണ്ടി മുറ്റത്ത് നിന്ന് വൈക്കോല് വാരിക്കൊണ്ടുവന്ന് കൊടുക്കും. നേരാവണ്ണം കുണ്ട കൂട്ടിയാൽ തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് കിനിയില്ലത്രേ, മഴ എത്ര കനത്തിൽ പെയ്താലും. കുണ്ട കൂട്ടി കുണ്ടയുടെ നിറയിൽ ഒരു കുടുമയും കെട്ടിവെക്കും ചേന്നൻ. ഇനി അന്നന്നത്തെ ആവശ്യത്തിന് കുണ്ടയിൽ നിന്ന് വൈക്കോല് വലിച്ചുണ്ടാക്കണം. ചിലപ്പോൾ ആ പണി അപ്പുവിനും ഏട്ടനും കിട്ടും. എളുപ്പത്തിലൊന്നും വൈക്കോല് കുണ്ടയിൽ നിന്ന് പോരില്ല. വൈക്കോല് വലിച്ച് വലിച്ച് കൈ വേദനിക്കാൻ തുടങ്ങും. വേറെ വഴിയില്ലല്ലോ. പറഞ്ഞ പണി ചെയ്യാതെ അമ്മ അടുക്കളയിൽ കിണ്ണം മലർത്തി വയ്ക്കില്ല.
സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ചേന്നൻ്റെ കൂടെ പാടത്തേക്ക് പുല്ലരിയാൻ ഏട്ടനെയും പറഞ്ഞയക്കും അമ്മ. തൊഴുത്തിൻ്റെ ഇറയത്ത് അരിവാള് തിരികെ വെച്ചിട്ടുണ്ട്. അവരോടൊപ്പം അപ്പുവും പോകും പുല്ലരിയുന്നത് കാണാൻ. വരമ്പത്തിരുന്ന് ചേന്നൻ പുല്ലരിഞ്ഞെടുക്കുന്നത് കാണാൻ രസമാണ്. ക്ഷൗരക്കാരൻ രാമൻകുട്ടി കത്തി കൊണ്ട് തലവടിക്കുന്ന പോലെ ഇരിക്കും. ഏട്ടന് പുല്ലരിയാനൊന്നും അറിയില്ല. പുല്ലരിഞ്ഞ് ചേന്നൻ വട്ടി നിറയ്ക്കുമ്പോഴേക്കും ഇത്തിരി മാത്രം പുല്ലരിഞ്ഞു വെച്ചിട്ടുണ്ടാവും ഏട്ടൻ. കൈ മുറിക്കരുതേ മൂത്താരുട്ടി, ചേന്നൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏട്ടനെ കൊണ്ട് പുല്ലരിക്കുന്നത് മുത്തശ്ശിക്ക് സമ്മതമല്ല. എന്തിനാ ദേവു ആ കുട്ടിയെ കൊണ്ട് അരിവാള് പിടിപ്പിക്കണത്? പഠിക്കണ പ്രായത്തിൽ പഠിക്കട്ടെ, അതല്ലേ വേണ്ടത്. എല്ലാം ശീലമാവട്ടെ അമ്മേ. വറ്റ് വെലങ്ങത്തിൽ കുത്തിയിട്ടാണ് ഈ വികൃതി. കൈക്കോട്ട് കിളയ്ക്കാനും വരമ്പ് പൊതിയാനും തോല് വെട്ടാനും പഠിക്കണം ആൺകുട്ടിയോട് അതാത് കാലത്ത്. തെങ്ങമ്മ കയറാൻ വയ്ക്കൂലോ ശ്രീകൃഷ്ണനെ, ഇല്ലേ? അമ്മയില്ലാത്ത നേരത്ത് ചെന്തെങ്ങിൽ വലിഞ്ഞു കയറി ഇളനീരിട്ട് കുടിച്ച കാര്യമാണ് അമ്മ മുത്തശ്ശിയെ ഓർമ്മിപ്പിക്കുന്നത്. അന്ന് ഏട്ടൻ്റെ നെഞ്ചത്തെയും തുടയിലെയും തൊലി കുറച്ചധികം പോയി. അങ്ങനെയാണ് അമ്മ കള്ളനെ കയ്യോടെ പിടിച്ചത്. ഇളനീരിൻ്റെ വെള്ളം കുടിക്കാനും കാമ്പ് ചുരുണ്ടി തിന്നാനും ഏട്ടൻ്റെ കൂടെ കൂടിയതുകൊണ്ട് അപ്പുവിനും കിട്ടി പുളിവാറൽ കൊണ്ട് 2 അടി.